വയസ്സ് നാണം കിട്ടൂ അല്ലേ അലൻ സാറേ? നാണം കെടുത്തിയതല്ലേ അഞ്ജന? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കൂ. അവൾ അറിയുന്നതിന്റെ ബലം. അഹങ്കാരം നല്ല പെടയാ കൊടുക്കേണ്ടത്. നോക്കി ആരാ വരുന്നേന്ന്. ദേ വന്നു മെർലിൻ മൺട്രോ. നീ എങ്ങോട്ടാ? ജോലി പോയതൊന്നും അറിഞ്ഞില്ലേ? എടി പന. എടി അഞ്ജു, കഴിച്ചതൊക്കെ നിന്റെ എല്ലിനിടയിൽ അറിയോ? സർ, ഒരു അഞ്ജന വന്ന് നിൽക്കുന്നു. പഴയ PA. വരാൻ പറയൂ. ശരി സർ, ഞാൻ മാപ്പ് പറയാം. എന്താ ജോലി പോയെന്ന് പറയണേ. എല്ലാരെയും വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ആക്ഷേപിച്ചു. നീ ആരടി? അടി തുടങ്ങി. വടി കൊടുത്തവൾ അടി മേടിച്ചല്ലേ, അനുഭവിക്കട്ടെ. അവളുടെ ഒരു PA മാഡം. ശരിയാ സർ, തെണ്ടാൻ തന്നെയാ വന്നത്. തെണ്ടാൻ വരേണ്ടത് ഇവിടെ അല്ല, തെരുവില്. വേണമെങ്കിൽ തന്തയെ പിടിച്ചോ, കണ്ടാ ഭിക്ഷ കിട്ടും. ഞാൻ നിന്നോട് കാണിച്ച ദയല്ല എന്നെ തല്ലാനുള്ള ആയുധമാക്കിയല്ലേ നീ. പൊക്കോണോ ഇവിടം വിട്ട്. ഇന്ന് തന്നെ വീടൊഴിയണം. ഞാനും എന്റെ അച്ഛനും പൊയ്ക്കോളാം. ഒരിടം കിട്ടുന്നത് വരെ താമസിച്ചോട്ടെ സാറ്. ചേടാ, എന്താടോ ഇത്? ഞാനൊരു ഡ്രാമ കളിച്ചതാ. തന്നെ എനിക്ക് ഇഷ്ടോ. താൻ എന്ത് ചെയ്താലും ഇഷ്ടോ, എന്നെ തല്ലിയാലും ഇഷ്ടോ. അത്ര കണ്ട് തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്റെ സ്നേഹം താൻ തിരിച്ചറിയുന്നില്ല. തനിക്കായി എന്റെ കാത്തിരിപ്പ് തുടരും. തനിക്ക് പഴയതുപോലെ എന്റെ PA ആയി തുടരാം. അത് വേണ്ട, പഴയ പണി മതി. തൊഴിലാളിയുടെ അങ്ങനെ ഒരു പണി ഇവിടെ ഇല്ല. PA ആയി തുടരാം, തുടരാതിരിക്കാം. തീരുമാനിച്ചോ? എന്തായി വയസ്സിനെ കണ്ടിട്ട്? ചേച്ചിയുടെ വയറ് നിറഞ്ഞു. എന്നോട് എന്തിനാ ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത്? ഞാൻ നിങ്ങളെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാറില്ലല്ലോ. എന്റെ ഗതി വളരെ മോശമാ. നിങ്ങളൊന്ന് പറയല്ലേ വേണ്ടത് വയസ്സിനോട്. നീ ഇവിടെ ആഫീസർ കളിച്ചതല്ലേ, അനുഭവിക്കടി. ചേട്ടനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ മേഡം മേഡം കുറെ വിളിച്ചതല്ലേ, അത് തന്നെയാ. ഇനി ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. വയസ്സിനൊന്ന് വഴങ്ങിക്കൊടുത്താൽ മതി. മാനേജർ സാർ, കമ്പനി തൊഴിലാളി അല്ലാത്തവർ ഇവിടെ ഇങ്ങനെ കയറിയിറങ്ങാൻ പാടില്ലല്ലോ. മാഡം, റൂം ശരിയാക്കി കഴിഞ്ഞു. ഇന്നത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ എന്നെ ഒന്ന് കാണിക്കണം. എത്തിക്കാം മാഡം. ഇത് വർക്കിംഗ് ടൈം അല്ലേ? അതെ മാഡം. വരൂ മാഡം. എന്തുവാടോ ഇത്? സാറേ, വീണ്ടും അവള് PA ആയോ? അതെ, തന്നോട് ചെന്ന് കാണാൻ പറഞ്ഞു. എന്തിന്? അത് മാഡത്തിനോട് ചോദിച്ചാൽ മതി. എന്താ സംഭവം? നിങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചിട്ടുണ്ട്. മേഡം. താൻ എന്നെ എന്താ വിളിച്ചത്? മേഡം. ഒന്നുകൂടി വിളിച്ചേ. അഞ്ജു വിളിക്കുന്നെന്ന് പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ച് വിളിക്കാം. യെസ് മേഡം. നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നത് ഓഫീസ് ടൈമിലാണോ ഇന്റർവെൽ സമയത്താണോ? ഓഫീസ് ടൈം. നിങ്ങൾ രണ്ടുപേരുടെയും ഹാഫ് ഡേ സാലറി കട്ട് ചെയ്യും. മേഡം. ഇയാളുടെ വയറ് നിറഞ്ഞോ? സോറി മേഡം. ലാസ്റ്റ് വാർണിംഗ് ആണ്, പൊയ്ക്കോളൂ. ഇറങ്ങ്. തന്നോട് പോവാൻ പറഞ്ഞില്ല. താൻ എന്നോട് പറഞ്ഞത് വൈസ് ചെയർമാന് ഒന്ന് വഴങ്ങിയാൽ മതിയെന്നാണ്. തന്റെ പെങ്ങളെ കൂട്ടിക്കൊടുത്താണോ ഈ ജോലി വാങ്ങിയത്? അനാവശ്യം പറയരുത്. ഞാൻ എങ്ങനെയാണ് ഈ ജോലിയിൽ തിരികെ കയറിയതെന്നറിയോ? വൈസ് ചെയർമാനുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. തന്നെ ഇവിടുന്ന് പുറത്തു കളയുന്നതാവും അഞ്ജനയുടെ അടുത്ത ജോലി. മേഡം പ്ലീസ് ഗെറ്റ് ഔട്ട്. സംഗതി ഏറ്റു. ഈ സാമ്രാജ്യം ഇനി എനിക്കുള്ളതാ. ചേച്ചി ക്യാഷ്. ചേച്ചിയോ? ഈ കാണുന്ന കമ്പനി ഇനി എനിക്ക് സ്വന്താ, അറിയോ? PK കോർപ്പറേറ്റ് ഇന്ത്യ. ചേച്ചി കുതിരോട്ടതെന്നാണോ? കാശ് താ ചേച്ചി. ദാ എന്താ നിന്റെ പേര്? ലിസ. നെയിം ബോർഡ് ഉണ്ട് മാഡം.
നിന്നെ കണ്ടിട്ട് അഹങ്കാരിയാണെന്ന് തോന്നുന്നു. ഒരു റെസ്പെക്റ്റും ഇല്ല. കൊച്ചി കയ്യിലിറങ്ങാൻ എവിടെന്നേ തട്ടുകൊടുക്കണോ? ഇതാ ഞാൻ പറഞ്ഞത്, നീ അഹങ്കാരിയാണെന്ന്. നിന്റെ ഈ പണി ഞാൻ തെറിപ്പിച്ചിരിക്കും. ഹാ സോന വാ. എന്തു തോന്നി ഇങ്ങോട്ടൊക്കെ വരാൻ? നേരത്തെ ഡാഡിയോടൊപ്പം വന്നിട്ടുണ്ട്. ആന്റി MD ആയ ശേഷം വന്നിട്ടില്ല. ഭയങ്കര ചേഞ്ച് ഉണ്ട്. ഗംഭീര സെറ്റപ്പാ. എന്റെ കാലശേഷം നീയും മനുവും കൂടിയാ എല്ലാ കമ്പനീസും കൊണ്ടു നടക്കേണ്ടത്. എല്ലാം ആന്റി അനുവദിച്ചു തന്ന ആനുകൂല്യം. എൻഗേജ്മെന്റ് അടുത്തു, ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? മനു എന്നാ വരുന്നേ? നീ തന്നെ വിളിക്കേ. ഞാൻ വിളിച്ചാ വരുവോ? വരുത്തണം, അതാ പെണ്ണിന്റെ മിടുക്ക്. ശരി, ഡ്രസ് എടുക്കാൻ പോകാൻ മനുവിനെ വരുത്തിയിരിക്കും. AC ഇടറോ. ഞാനാ കമ്പനിയുടെ വരാൻ പോകുന്ന MD. എവിടെ മാഡം പോകേണ്ടത്? ടൗണില് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓ, ഗുഡ് മോർണിംഗ് PK പ്ലാന്റേഷൻസ്. ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയടി.